إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس إنا خلقناكم من نفس واحدة وخلق منا زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. ألم يئن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തം ശരീരത്തെന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ ആജ്ഞകളും ജീവിതത്തിൽ പകർത്തി മുത്തക്കികളായി ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനുഷ്യൻ്റെ ആയുസ്സുകളും സമയങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളൊരു സൂചനയാണ് നൽകിയത്. അതിൻ്റെ അവസാനമായി ഒരു മനുഷ്യന് 60 വയസ്സ് വരെ ജീവിച്ചാൽ ആ 60 വയസ്സ് കൊണ്ട് എന്തെല്ലാം ചെയ്യും, എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ അവസാനമായി പറഞ്ഞത്. ബാക്കിൽ ഉംറി അസ്കാമും ഷെയ്ബും ഹമ്മും ഹാലും ഇന്ത്യക്കാലെന്നാണ് ഇനി പറയേണ്ടത്. ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു. 45, 50 വയസ്സ് വരെയുള്ള കാര്യങ്ങളും പറഞ്ഞു. ബാക്കി ഇനി എത്ര ആയുസ്സുണ്ടോ ആ ആയുസ് ഹസ്കാമും ഷെയ്ബും രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കും. ഹസ്കാം പറഞ്ഞാൽ രോഗങ്ങൾ എന്നാണ്, ഷെയ്ബ് പറഞ്ഞാൽ തലയൊക്കെ നിറച്ചു പല അസുഖങ്ങളും. അതുവരെ അസുഖങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പ്രഷറും ഷുഗറും പല അസുഖങ്ങളുമാണ് ആ മനുഷ്യനെ പിടിപെട്ടിരിക്കുന്നത്. അപ്പൊ അവന് ഇബാദത്തെടുക്കാൻ അവന് സമയം കിട്ടിയില്ല. ഇപ്പൊ നോമ്പൊക്കെ നോക്കണമെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ നോമ്പുമാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ളവർക്ക് കഴിയുള്ളൂ. നല്ല ആരോഗ്യമുള്ള സമയത്ത് അത്തരം കാര്യങ്ങൾ ചെയ്തില്ല. പിന്നെ നോമ്പ് നോക്കണമെന്നുണ്ടായി, പക്ഷേ ആരോഗ്യം സമ്മതിച്ചില്ല. പല രോഗങ്ങൾക്കും അടിമപ്പെട്ടു. പിന്നെ അവസാനമായിട്ട് എന്താണുള്ളത്? ഹമ്മും ഹാലും ഇന്ത്യക്കാല്. ഹമ്മ എന്ന് പറഞ്ഞാൽ ദുഃഖം, മനോവേദന, വിഷമം. ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വേദന. നമസ്കരിക്കാനും മറ്റു സൽക്കർമ്മങ്ങൾ ഒന്നും നല്ല ആരോഗ്യമുള്ള സമയത്ത് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നമ്മുടെ ആ വ്യക്തി.
ഹമ്മ് ഇർത്തിഹാൽ എന്ന് പറഞ്ഞാൽ യാത്ര പോകുക എന്നർത്ഥം. ഇന്തിഖാൽ എന്ന് പറഞ്ഞാലും അതാണ്. ആ യാത്ര അന്ത്യയാത്രയാണ് കേട്ടോ, ടൂറ് പോവുകയല്ല, മറ്റൊരുക്കുള്ള യാത്രയല്ല, അന്ത്യയാത്ര. അവസാനമായി മരണത്തിന് തയ്യാറായി കൊണ്ട് ഇരിക്കുകയാണ്. വേറെല്ലാ കവാടങ്ങളും അടച്ചു കഴിഞ്ഞു. ഇനി ഒരാൾ 365 ദിവസമാണല്ലോ ഒരു കൊല്ലത്തിൽ. നിങ്ങൾക്കൊക്കെ ചിന്തിക്കാനും പഠിക്കുവാനുമാണ് ഞാൻ അങ്ങനെ വിശദമായി പറയുന്നത്. ഒരു കൊല്ലത്തിൽ 365 ദിവസം, 60 വയസ്സ് വരെ ജീവിച്ചാൽ ഒരാൾക്ക് എത്ര ദിവസം കിട്ടുമെന്ന് നിങ്ങളൊന്ന് കുളിച്ചു നോക്കട്ടോ. ഞാൻ കുളിച്ചത് തെറ്റാണെങ്കിൽ നിങ്ങൾ നോക്കി, 21,900 ദിവസമാണ് 60 വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യനെ കിട്ടുന്ന ദിവസം. അത് ക്രിസ്തു വർഷമാണ്. ഹിജറ വർഷമാണെങ്കിൽ 21,600 ഉള്ളെന്നും പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റപ്പച്ചത്. ഏതായാലും ആവട്ടെ, നമുക്കൊക്കെ പഠിക്കാൻ പറ്റിയതാണ്. 60 വയസ്സ് വരെ ജീവിച്ചാൽ, 50 വയസ്സ് വരെ ജീവിച്ചാൽ നമുക്കറിയില്ല നമ്മൾ എന്നാ മരിക്കാണെന്ന്. സപ്പോസ് നമ്മളിപ്പോൾ ഈ കൗതയുടെ അടിസ്ഥാനത്തിൽ 60 വയസ്സ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് 63 വയസ്സ് വരെ. നമ്മളെ മാതാപിതാക്കൾ ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടിയവരുണ്ടാവാം, കുറഞ്ഞവരുണ്ടാവാം. ഏതായാലും അങ്ങനെ കൂട്ടി നോക്കിയ ഒരാള് അപ്പോൾ ഒരു തെറ്റ്, ഒരു ദിവസം ഒരു തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു വെച്ചാൽ എത്ര ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെ ചെയ്യുന്ന അയാളെ ബോധം കെട്ടുപോയിരുന്നു. പിന്നെ ബോധം തെളിഞ്ഞു, അയാൾ തൗബ ചെയ്തു, അഗാധമായ തൗബ അദ്ദേഹം ചെയ്തു. പിന്നെ അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളും അങ്ങനെ ഒന്ന് ഒരു ഹാസിബു കബിലാൻ യുഹാസബൂൻ, അത് കഴിഞ്ഞ കുത്തി പറഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഹാസിബു നിങ്ങൾ വിചാരണ ചെയ്യുക, കബിലാൻ യുഹാസബു അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വിധേയമാകുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഒന്ന് വിചാരണ ചെയ്യുക. എത്ര വയസ്സ് വരെ ഇപ്പൊ ജീവിച്ചു, നാളത്തേത് എപ്പോഴും നമുക്ക് കണക്കൂട്ടണ്ട. ഇപ്പോൾ നമ്മൾക്കുള്ള ആയുസ്, അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, ഇത്ര ഉറങ്ങി, എന്തെല്ലാം ചെയ്തു എന്ന് നമ്മൾ തന്നെ ഒന്ന് കണക്ക് കൂട്ടുന്നത് നല്ലതായിരിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, കാല ആദറല്ലാഹു ഇലാ ഇംറിഹിൻ അഖറ അജ്ലഹു ഹത്താ ബലഗ 60 സനന. 60 വയസ്സായ മനുഷ്യൻ പിന്നെ തെറ്റ് ചെയ്തിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള ഒഴിവ് കഴിവുകളൊന്നും പറയുവാൻ ഇല്ല, സാധ്യതയില്ല, ഉണ്ടാവൂല. 60 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള ഒഴിവ് കഴിവുകളൊന്നും പറയുവാൻ ഇല്ല. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞിട്ട്, ഞാൻ കഴിഞ്ഞ കുത്തിയിൽ പറഞ്ഞ 40 വയസ്സുമായ മദീനക്കാരൊക്കെ ഇബാദത്തിന് വേണ്ടി മുഴുകിയിരുന്നു. അപ്പോൾ 60 വയസ്സൊക്കെ കഴിഞ്ഞ 40 വയസ്സ് പുലുവേര് പക്വതയുടെ സമയമാണ്. വിഭവത്തൊക്കെ കിട്ടിയ 40 വയസ്സാണ് അഫ്സലത് കൊടുത്തത്. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞാൽ അവരൊക്കെ ഇബാദത്തിന് വേണ്ടിയിരുന്നു. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞിട്ടും ഈ മനുഷ്യൻ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ അവൻ അള്ളാഹുവിനോട് പശ്ചാത്താപിക്കുവാനുള്ള ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. 60 വയസ്സിന് അള്ളാഹു സലാഹസ് കൊടുത്തില്ലേ. അപ്പോൾ നമ്മൾ അവസാനിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പൊ ഇതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്, സൂറത്ത് 56 അധ്യായത്തിലാണ് പറയുന്നത് കേട്ടോ. അതാണ് നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. അലം യഈന ആമനു, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് സമയമായില്ലേ. അപ്പൊ നമ്മൾ ഈ കഥ പഠിച്ചല്ലോ 60 വയസ്സ് വരെ. അപ്പൊ ഇനി നിങ്ങൾ ചിന്തിക്കണ്ട കേട്ടോ, മറുചിന്ത വേണ്ട. അലം യഈന ആമനു, സത്യവിശ്വാസികൾക്ക് ഇനി സമയമായി. എന്തിന്? അൻ തഹശ ഖുലൂബഹും, അവന്റെ ഹൃദയത്തിൽ ഭയപ്പാടുണ്ടാവാൻ, അള്ളാഹ്ക്ക് അനുസരിക്കാൻ. ഇതൊക്കെ കേട്ടിട്ടും നമുക്ക് ഭയമില്ലേ? 60 വയസ്സ് വരെ ജീവിച്ച മനുഷ്യന്റെ ചിത്രം നമ്മൾ പഠിച്ചു. നമ്മൾ എപ്പോൾ, ഞാൻ കഴിഞ്ഞ കുത്തുബിൽ പറഞ്ഞു, അവസാനത്തെ വെള്ളിയാഴ്ച ആവാം, ഓരോ നിസ്കാരം, ഓരോ ചലനങ്ങളും ആവാം. ഇതൊക്കെ പഠിച്ചിട്ടും നിങ്ങളെ ഹൃദയങ്ങൾക്ക് പേടിയാവാനായില്ലേ? എന്തിന്? ഇത് ദിക്റില്ല. ഇനിയെങ്കിലും ഒരു ബോധോദയം ഉണ്ടാവുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ദിക്റ്, ഉപദേശം, ദിക്റില്ല. ഹക്ക്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നിറങ്ങിയ സത്യസന്ദേശവുമായിട്ട് ഈ കേൾക്കുന്നതൊക്കെ കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനുള്ള സമയം കണ്ടെത്തൂ സഹോദരന്മാരെ, സഹോദരിമാരെ. ഇനി അങ്ങോട്ടാണ് നാളേക്ക് വെക്കുന്നു എന്ന് പറയുന്നത്. ഇതാണ് ആമനോ, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് സമയമായില്ലേ. അൻ തഹസ ഖുലൂബഹും ലിദിക്രില്ല, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുവാനും ഓർക്കുവാനും നിങ്ങൾക്ക് ഇനി സമയമായില്ലേ. വമാ നസല മിനൽ ഹഖ്, സത്യമായി ഇറങ്ങിയ സത്യസന്ദേശവുമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നിങ്ങൾക്ക് സമയമായില്ലേ. വലാ യകൂനൂ, നിങ്ങളാവരുത്.
വലാ യകൂനു നിങ്ങളാവരുത് കല്ലദീന ഒരുത്തരെ പോലെ ഊത്തുൽ കിതാബ മിൻ ഖബലു നിങ്ങളുടെ മുമ്പുള്ളവർക്ക് വേദം നൽകപ്പെട്ട യഹൂദികളും നസ്രാനികളും ഒക്കെ ഉണ്ടല്ലോ, അവരെ പോലെ നിങ്ങളാകരുത് കേട്ടോ. ഫതാല അലൈഹിമുൽ അമദു അവർക്ക് ഒരുപാട് കാലം ആയുസ് കിട്ടി അവരെന്ത് ചെയ്തു? ഫതാല അലൈഹിമുൽ അമദു വഖസത് ഖുലൂബുഹും ആയുസ് കിട്ടും തോറും എന്ത് ചെയ്തു? ഹൃദയം കടുത്തുപോയി, സൽക്കർമ്മങ്ങളിൽ നിന്ന് അകന്നുപോയി, ചെയ്യാം എന്ന് വിചാരിച്ചു. അത്തരക്കാരെ പോലെ എന്താവരുത്? നിങ്ങളായിരുത്. ഇത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ മുഹാജിറുകൾക്ക് മക്കയിൽ ഉണ്ടായിരുന്ന തഖ്വയും ഭക്തിയും കുറച്ച് കുറഞ്ഞു വന്നു. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അൻസാരികളെ കൂടെ താമസിക്കണമെങ്കിലും. അപ്പൊ കുറച്ച് വിഭാഗത്തിൽ നിന്ന് അവർക്കൊരു അമാന്തം ഉണ്ടായി എന്ന് പറയുന്നപ്പോൾ ഇറങ്ങിയതാണെന്നും പറയുന്നുണ്ട്. ഏതായാലും വലാ യകൂനു കല്ലദീന ഊത്തുൽ കിതാബ ഗ്രന്ഥം നൽകപ്പെട്ട വേദക്കാർക്ക് നൽകപ്പെട്ടതുപോലെ നിങ്ങൾ എന്താവരുത്? നിങ്ങളാവരുത്. അവർ ആയുസ് കൂടുതൽ കിട്ടിയപ്പോൾ അവര് ഇബാദത്തുകളിൽ നിന്നും അമലുകളിൽ നിന്നൊക്കെ അകന്നുപോയി. ഫതാല അലൈഹിമുൽ അമദു വഖസത് ഖുലൂബുഹും ഹൃദയങ്ങൾക്ക് കാഠിന്യത ബാധിച്ചു. ആയുസ് ഇങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ഇതിനെ സംബന്ധിച്ച് മറ്റൊരു ഭാഗത്ത് പറയുന്നു. അതോട് കേൾപ്പിക്കുക കേട്ടോ. വലതജിദന്നഹും മാറസന്നാസി അലാ ഹയാത്തിൻ വല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലയുഅമ്മറു അൽഫ സനത്തിൻ വമാ ഹുവ ബിമുസഹസിഹി മിനൽ അദാബി അൻ യുഅമ്മറ വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. വലതജിദന്നഹും നിങ്ങൾക്ക് കാണാം, നബിയെ നിങ്ങൾക്ക് കാണാം, അഹ്റസന്നാസി ജനങ്ങളിൽ വെച്ച് ഏറ്റവും അത്യാഗ്രഹമുള്ള ഒരു ഹയാത്ത് ദുനിയാവിനോട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം ദീർഘായുസ് കിട്ടിയെങ്കിൽ നിന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അലഹയാത്തിൽ ഈ ലോകത്ത് ഒരുപാട് കാലം ജീവിക്കാം. അല്ലദീന അശ്റകൂ അതുമാത്രമല്ല ഈ പറയുന്ന കൂട്ടർ ജൂതന്മാരാണ്. അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്, പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു, മൂസാ നബി വിശ്വസിച്ചവരായിരുന്നു. പക്ഷേ മൂസാ നബിക്ക് ശേഷം അവർക്കൊരു മാറ്റത്തിരുത്തികൾക്ക് വിധേയമായി. അങ്ങനെ അവര് മരണത്തെയും മരിച്ചാൽ പരലോകമുണ്ടെന്നും ജീവിതമുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവരായിരുന്നു. പക്ഷെ വല്ലദീന അശ്റകൂ അതല്ലാത്ത ഇതിലൊന്നും വിശ്വാസമല്ലാത്ത മുശ്രിക്ക് ബഹുദൈവ വിശ്വാസികളും യവദ്ദു അഹദുഹും അവർ ഓരോരുത്തരും എന്ത് ആഗ്രഹിക്കാണ്? ലയുഅമ്മറു അൽഫ സനത്തിൻ 1000 കൊല്ലം ജീവിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് ശിക്ഷയിൽ നിന്ന് ഒഴിവായി പോകാം. 60 വയസ്സ് വരെ ജീവിച്ച ആയസാദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി 1000 കൊല്ലം ജീവിക്കാൻ വേണ്ടി ഇവരൊക്കെ ആഗ്രഹിക്കുക, ജൂതന്മാരൊക്കെ. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? എന്താ 1000 കൊല്ലം എത്ര കൊല്ലകാലം ജീവിച്ചാലും അള്ളാഹ് ഇബാദത്ത് എടുക്കാതെ നിങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുകയില്ല. അതിനുവേണ്ടി നിങ്ങൾ എന്ത് വേണ്ട? ദീർഘായുസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും വേണ്ട. നിങ്ങൾക്ക് എത്ര കാലമാണോ അള്ളാഹു തആല ആയുസ് തന്നാൽ ആ തന്ന ആയുസ് കൊണ്ട് എത്ര അമൽ ചെയ്തു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു നാളെ നമ്മളെ വിചാരണ ചെയ്യപ്പെടും. യുഹാസിബു ഖബല അൻ യുഹാസബു അള്ളാഹു വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഒരു കണക്ക് കൂട്ടുക. അതാണ്. അതുകൊണ്ട് ദീർഘായുസ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള വ്യാമോഹം ഉണ്ടായിരുന്ന ജൂതന്മാർക്ക് മറുപടി എന്നോണമാണ് ഈ പറയുന്നത്. നമ്മൾക്കും ബാധകമാണ്. നമ്മൾ 63-60 വയസ്സ് വരെ ജീവിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ദീർഘായുസ് അല്ലാഹ് നൽകാം. ഞാൻ കഴിഞ്ഞ കുത്തുബിൽ പറഞ്ഞു, ഖൈറുന്നാസി ജനങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമൻ ത്വാല ഉംറഹു ദീർഘായുസ് കിട്ടിയവനാണ്, വാസുല അമലുഹു അവൻ അതുകൊണ്ട് സൽക്കർമ്മം ചെയ്യുകയും വേണം കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, തങ്ങൾ പറയുന്നു നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, ഉപയോഗപ്പെടുത്തണം. ഹംസൻ 5 കാര്യങ്ങൾ, കപില ഹംസിൻ 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ കേട്ട് കേട്ടോ. ഷബാബക്ക കപില ഹരിമിക്ക. ഷബാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ,
എന്താണ് കഴിഞ്ഞ കുത്തുവിൽ പറഞ്ഞില്ലേ? യുവത്വം, നിന്റെ യുവത്വം, നീ വാർദ്ധക്യം നിന്നെ ബാധിക്കുന്നതിന് മുമ്പേ നിന്റെ യുവത്വം നീ എന്ത് വേണം? ഉപയോഗപ്പെടുത്തണം കേട്ടോ. കഴിഞ്ഞ കുത്തുബി പറഞ്ഞു തന്നില്ലേ? മഹസറിൽ ചെല്ലുമ്പോൾ അർശനിലിട്ട് തരുന്ന കൂട്ടർ ആരാണ്? ഇബാദത്ത് ചെയ്ത് വളർന്ന യുവാക്കളാണ് കേട്ടോ. ഇബാദത്ത് ചെയ്തുകൊണ്ട് വളർന്നത്. ഏതൊരു ചരിത്രത്തെ എടുത്ത് നോക്കുകയാണ്, ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു ഭാഗത്ത്. ഫസൽ യുഖാലുഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പറയപ്പെടുന്ന ഒരു യുവാവ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അവൻ നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളെ വിമർശിക്കാറുണ്ട്. നമ്മളെ ആരാധനാലയങ്ങൾ വന്ന് ഈ വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചത് ഒരു പക്ഷേ അവനായിരിക്കാം. ഇബ്രാഹിം ഫസൽ യുഖാലുഹു ഇബ്രാഹിം, ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി ഹംസ വ ഉമർ. ഉമർ റളിയല്ലാഹുവിനും ഹംസ റളിയല്ലാഹുവിനും അവിടുത്തെ യുവാക്കളായിരുന്നു, അവരെ കൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്തി തരണേ എന്ന്. ഏതൊരു സംഘടനക്കും ഉണ്ടാവും യുവാക്കൾക്ക് പ്രത്യേകമായ സംഘടന, ഏതൊരു എടുത്തു നോക്കിയാലും കാണാം. അപ്പോ ആ യുവത്വം നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. തുഫൈൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ്. തിഫിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലുതായ കുട്ടിയാണ്. ഷാബ് എന്ന് പറഞ്ഞാൽ 15 വയസ്സൊക്കെ കഴിഞ്ഞ് യുവാവായി, ഷാബ്, അവരാണ് യുവാവ്. പിന്നെയോ ഷെയ്ഖ്, സീനിയർ സിറ്റിസൺ. ഷെയ്ഖ് 60 വയസ്സ് കഴിഞ്ഞു അല്ലേ? സീനിയർ സിറ്റിസൺമാർക്ക് എന്തിനും അവിടെയൊക്കെ എന്തിനും സംവരണം, ബസ്സിൽ കയറിയാലൊക്കെ സീനിയർ സിറ്റിസൺ. പിന്നാണ് ഹരിമ, അങ്ങേ അറ്റത്ത വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹരിമൻ മുഫല്ലിദുൻ, അങ്ങ് പിച്ചുമ്പയും പറയുന്ന രൂപത്തിലുള്ള വാർദ്ധക്യത്തെ തൊട്ട് കാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്കും പ്രാർത്ഥിക്കാം കേട്ടോ. അങ്ങേയറ്റത്തെ വാർദ്ധക്യം, ഓർമ്മശക്തി ഇല്ലാത്ത അങ്ങനെ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല അത്തരത്തിലുള്ള വാർദ്ധക്യത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറട്ടെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് വേണം? നമ്മളെ യുവത്വം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. ഫലം തഫ്വലു വലം തഫ്വലു ഫത്തക്കുന്നാറിലെത്തി വഖൂദുഹന്നാസ് വൽ ഹിജാറ എന്നുള്ള ആയത്തെ സൂറത്ത് അൽ ബഖറയിലുണ്ട്. പരിശുദ്ധ ഖുർആന്റെ വെല്ലുവിളിച്ചു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല. ഫലം തഫ്വലു വലം തഫ്വലു, നിങ്ങൾക്ക് ചെയ്യാനും കഴിയില്ല, ചെയ്തിട്ടുമില്ല. എന്നിട്ട് പറഞ്ഞു, വത്തക്കുന്നാറിലെത്തി ഖൂദുഹന്നാസ് വൽ ഹിജാറ, നിങ്ങൾ നരകത്തെ കാത്തോളി കേട്ടോ, നരകത്തെ സൂക്ഷിച്ചാൽ മതി. ആ നരകത്തിലെ ഇന്ധനം മനുഷ്യരും കല്ലുമാണ്. മനുഷ്യരും കല്ലുമാണ് എന്ന് പറഞ്ഞു. ചരിത്ര ദൂറത്തു നാസ് എന്ന് പറഞ്ഞ കിതാബില്ല കേട്ടോ. ഇതിൻ്റെ മുമ്പിൽ കുറേ കുട്ടികളുണ്ട്, വലിയവർക്കൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു ചരിത്രമാണ് ഇത്. ഈ ആയത്തറിഞ്ഞിട്ട് ഈ ഒരു കുട്ടി 15 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്. ഈ കുട്ടി എല്ലാ സമയത്തും കരയുകയാണ്. അപ്പം ഉമ്മ ചോദിച്ചു, എന്തിനാണ് ഈ കരയുന്നത്, എന്തിനാണ് ഈ കരയുന്നതെന്ന് ചോദിച്ചു. കുട്ടി മറുപടി പറയുന്നില്ല. അങ്ങനെ ഈ കുട്ടിയെ കൈ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എന്നിട്ട് ഈ കുട്ടിയോട് ഉമ്മ പറഞ്ഞു, നബിയെ, ഈ കുട്ടി ഇങ്ങനെ, എൻ്റെ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, കാരണം എന്താണെന്ന് പറയുന്നില്ല. അങ്ങനെ ആ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോനെ, നീ എന്തിനാണ് കരയുന്നത്, എന്തിനാണ് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഫത്തക്കുന്നാറ വഖൂദുഹന്നാസ് വൽ ഹിജാറ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം, നരകത്തിലെ വിറക് മനുഷ്യരും കല്ലുമാണെന്നല്ലേ നബിയെ ഒരാഴ്ചയിറങ്ങിയത്. അത് കേട്ട് പേടിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. അപ്പൊ കുട്ടിയോട് നബി പറഞ്ഞു, അത് വലിയ ആൾക്കാരല്ലേ, നീ ചെറിയ കുട്ടിയല്ലേ, നീ എന്തിനാ കരയുന്നത്? നീ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നീ ശരിക്ക് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പൊ ആ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? വിറക് കത്തിക്കുമ്പോൾ, ഏത് അടുപ്പിലും വിറക് കത്തിക്കുമ്പോൾ ചെറിയ ചുള്ളികൾ വെച്ചിട്ട്, ഓലക്കൊടി വെച്ചുകൊണ്ട് ആദ്യം മതി വെച്ചിട്ടല്ലേ കത്തിക്കുക. അപ്പോൾ നരകത്തിലെ തീ പിടിക്കാൻ കുട്ടികളായ ഞങ്ങളെ ഉപയോഗിക്കുമോ? ഞാൻ അതിൽ പോകേണ്ടി വരുമോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ആ കല്ലിന് മനുഷ്യരെ ഉപയോഗിക്കുന്ന അറിഞ്ഞപ്പോൾ ചെറിയ കുട്ടികളായ ഞങ്ങളെ ഉപയോഗിച്ച് കത്തി പിടിച്ചിട്ട് പിന്നെ വലിയ ആൾക്കാരായിട്ട് കത്തിക്കും. ഇത് ആലോചിച്ചുകൊണ്ടാണ് നബിയെ ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക കേട്ടോ, ഒരു കുട്ടിയുടെ ഈമാനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുട്ടിയുടെ ഒരു
ഈമാനിക പരിവേഷത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇങ്ങനെ നരകത്തിൽ പോയി വീഴേണ്ടി വരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യരിജിൻ നാറ റജുലുൻ, ലാ യരിജിൻ നാറ റജുലുൻ, ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല, ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ബക്കാമിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നവൻ, പേടിച്ച് കരയാ, അത് 10 ആളെ കാണിച്ച് കരയൊന്നും വേണ്ട, ഒറ്റയ്ക്ക് ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് തന്ന ആയുസ് ഇത്ര കാലം കൊണ്ട് എന്തേ ചെയ്തു എന്ന് നമ്മളൊരു കണക്ക് കൂട്ടുക. നമ്മളെ ഭാഗത്ത് നിന്ന് തെറ്റുകുറ്റങ്ങൾ വന്നത്, ഈ കുട്ടി കരഞ്ഞ അതേപോലെ കരയുക, ആരും കാലൊന്നും വേണ്ട, ഹൃദയത്തിന് അതാണ് ആയോഗ്യൽപ്പിച്ച ആയക്കട്ടോ. അലം ഇനില്ലതീനാമനു അൻതക്ഷ കുലൂബോ, ഇതുപോലെ നിങ്ങളെ ഹൃദയത്തിന് പേടിയുണ്ടാവാൻ നിങ്ങൾക്ക് സമയമായില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ബക്കാമിൻ ഹശിയത്തില്ല, അള്ളാഹുവിനെ പേടിച്ചും കൊണ്ട് കരയുന്ന കുട്ടിയാവട്ടെ വലിയവനാവട്ടെ ആരായാലും, അള്ളാഹുവേ നിന്റെ നരകത്തെ തൊട്ട് കാഫിരീൻ, ബഹുദൈവ വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. ആ നരകത്തെ തൊട്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്ത് മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അത്തദ്റൂന ഹാദൽ സൗത്ത്, ഈ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയോ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലു അഅലമു, അല്ലാഹുവും റസൂലിനെ അത് അറിയുള്ളൂ, ഞങ്ങൾക്കറിയില്ല എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നരകത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു കല്ല്, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു കല്ല് മുകൾ ഭാഗത്ത് നിന്ന് നരകത്തിന്റെ അടിഭാഗത്തേക്ക് ഇട്ടു. ഹത്താ ഇൻതഹാ ഇലാ ഖാഇലിഹി, ആ കല്ല് ഖബല 70 ഹരീഫൻ, 70 കൊല്ലം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ടെറിഞ്ഞ കല്ല് ഇപ്പോഴാണ് എത്തിയത്. ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. മനസ്സിലായില്ലേ? 70 ഹരീഫൻ. അപ്പോൾ ആ നരകത്തെ തൊട്ട് കാക്കണേ എന്ന് പൊട്ടിക്കരഞ്ഞ് കരയുന്നവർ ഒരിക്കലും തന്നെ ആ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യഊദൽ ലബൻ, ഹത്താ യഊദൽ ലബൻ, ലബൻ എന്ന പാല് മടങ്ങുന്നത് വരെ ഫിൽ ലർഇ, കറന്നെടുത്ത ആ അകിടിലൂടെ അതിലേക്ക് തന്നെ പ്രവേശിച്ചാലും ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾ എന്താവൂല, നരകത്തിൽ പ്രവേശിക്കുകയില്ല കേട്ടോ. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, പഠിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ. പിന്നെ ഉപകാരം സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ശുഹദാക്കളും ജഹന്നം, നരകത്തിലെ പുകയും ഒരിക്കലും ഒരുമിച്ച് പോകില്ല. എന്ന് വെച്ചാൽ യുദ്ധത്തിൽ പങ്കെടുത്ത ശുഹദാക്കളൊക്കെ അതിന്റെ അർത്ഥം നരകത്തിൽ പോവുകയില്ല, അവരും സ്വർഗക്കാരാണ്, അവർക്കും നരകത്തിൽ പോവുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മളൊക്കെ യുവത്വത്തിലേക്ക് തിരിച്ചു വരിക, ഈ യുവത്വം നമ്മൾ വേണ്ടുന്ന രൂപത്തിൽ ചെലവഴിക്കുക. പ്രായമായി കഴിഞ്ഞാൽ പലതിനും നമുക്ക് കഴിയുകയില്ല. ഹംസൻ കബില ഹംസ്, ശബാബക്ക കബില ഹരിമിക്ക, വസിഹതക കബില സകമിക്ക. അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. യുവത്വം വാർദ്ധക്യം, രോഗം ആരോഗ്യം. വസിഹതക, നിന്റെ ആരോഗ്യത്തെ നീ സൂക്ഷിക്കണം, അത് വിട്ട് കളിക്കരുത്. കപില സകമിക്ക, രോഗി ആവുന്നതിന് മുമ്പ്. പലരും ആരോഗ്യമുള്ള സമയത്ത് ഒന്നും ചെയ്യാതെ വാർദ്ധക്യത്തിലേക്ക് അങ്ങോട്ട് പോകണ്ട, നല്ല ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാൻ പറ്റാതെ രോഗികളായി വീട്ടിൽ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്നവരുണ്ട്. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതാണ് നമ്മൾ നമസ്കാരത്തിൽ കഴിഞ്ഞ കുത്തുബയിൽ പറഞ്ഞതുപോലെ, ആഫിനി, എനിക്കിനി സുഖം നൽകണേ. നിഅമത്താനി മഅ്മൂനുൻ, 2 അനുഗ്രഹങ്ങളെ തൊട്ട് അധിക കസീറും മിനന്നാസ്, 2 അനുഗ്രഹങ്ങൾ തൊട്ട് അധിക ജനങ്ങളും മഅ്മൂനുൻ, വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് കേട്ടോ സഹോദരന്മാരെ. അതേതൊക്കെയാണ് നിങ്ങൾക്ക്? ഒന്ന് അസ്സിഹത്ത്, ആരോഗ്യം. രണ്ടാമത്തെ ഫറാഗ്, പഠിക്കാൻ വേണ്ടി കേട്ടോ. ആരോഗ്യവും ഒഴിവ് സമയത്തെ കുറിച്ച് ബഹുഭൂരിപക്ഷം ജനങ്ങളും ആൾക്കാരും വഞ്ചിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം, ഇനി സമ്പത്തിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, സമയമില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത കുത്തുബ ഈ ഹദീസ് മുഴുവനും പറഞ്ഞ് ഒരുപാട് പഠിക്കാറുണ്ട്.
അപ്പൊ ആരോഗ്യം, ഹദീസിൽ പറഞ്ഞത് യുവത്വം വാർദ്ധക്യം പ്രാപിക്കുന്നതിന്, യുവത്വം രോഗിയാവുന്നതിന് മുൻപ് ആരോഗ്യത്തെ സൂക്ഷിക്കണം. അതല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഖേദിക്കേണ്ടി വരും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തോടുന്നത് പോലെ നിങ്ങളോട് ഞാൻ ഉപദേശിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് രണ്ടാമത്തെ സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ ഇപ്പോൾ ഉലഹിയൊക്കെ അടുത്ത്, ഉലഹത്തെ കഴിവുള്ളവർ അടുത്ത് ഷെയർ കൂടി അറുക്കാൻ പറ്റാത്തവർക്ക് വിഷമമുണ്ടാകാം, ഒക്കെ ഉണ്ടാകും. അവർക്കൊക്കെ ഒരു ഉലഹിയത്ത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരത്തെ പള്ളിയിലേക്ക് വരിക. ഞാൻ ഇപ്പോൾ ഇവിടെ 11:12 എത്തുന്നുണ്ട്. ആകെ കുറച്ച് ആൾക്കാർ ബാങ്ക് കേട്ട ഉടനെ വരും. നബിസ്വല്ലല്ലാഹു മാത്രം കൂടെ ഹദീസ് ഉണ്ട്. എന്താ ആരാണോ ആദ്യം പള്ളിയിൽ വരുന്നത്, ഈ ഹദീസ് പറഞ്ഞിട്ട് സഹാബികളൊക്കെ മദീനയിൽ അങ്ങ് അവരൊക്കെ എവിടെയൊക്കെ താമസിക്കുന്നവരുണ്ടോ അവരൊക്കെ ചൂട്ട് കെട്ടി വെള്ളിയാഴ്ച ജുമാക്ക് വന്നിരുന്നു. നമ്മൾ ചൂട്ടൊന്നും കെട്ടണ്ട, പരമാവധി നേരത്തെ വരാൻ നോക്കുക. അങ്ങനെ ഏറ്റവും നേരത്തെ വന്നവർക്ക് ഒട്ടകത്തിന് അറുത്ത് കൊടുത്ത കൂലിയാണ്. ഉലഹത്തിൽ അറക്കാൻ കഴിയില്ലല്ലോ, ഉലഹത്തിൽ അറക്കാൻ കഴിയില്ലല്ലോ. കഴിവില്ലാത്തവർ ഇങ്ങനെ ചെയ്തോളും. അറുത്തത് നേരത്തെ വന്നോള്, അവർക്കും കിട്ടും ഈ കൂലി. ആരെങ്കിലും ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെറുതെ അവിടെ ഇവിടെ ഭർത്താവ് ഇരിക്കണ്ട ജോലി ഇല്ലാത്തവളൊക്കെ നേരത്തെ വെള്ളിയാഴ്ചക്ക് ഒരുപാട് ഫലായിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം, കേൾക്കാം. അപ്പോ നേരത്തെ എന്ത് വരിക, ജുമാക്ക് വന്നാൽ അതിൻ്റെ കൂലി കിട്ടും. നേരത്തെ വന്ന ഒട്ടകം, പിന്നെ വൈകി വന്നാൽ അവിടെ മലക്കളി അവിടെ ഉണ്ടട്ടെ, നമ്മൾ സ്വീകരിക്കാൻ രേഖപ്പെടുത്താറുണ്ട്. പിന്നെ പശു, പിന്നെ ആട്, പിന്നെ കോഴി, പിന്നെ കോഴിമുട്ട. ഇമാമിങ്ങനെ വന്ന് കയറി സലാം പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ഫയൽ മടക്കി അവർ പോയി രേഖപ്പെടുത്തി. അപ്പോൾ ആ രേഖയിൽ വീഴണമെങ്കിൽ എന്ത് വേണം? നേരത്തെ പള്ളിയിലേക്ക് വരിക. ഒരു ദിവസം ഒരാഴ്ച, ഒരു ദിവസം വെള്ളിയാഴ്ചയല്ലേ, ഒന്നും ശ്രദ്ധിക്കുക, നേരത്തെ പള്ളി വരാൻ നോക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റ് കുടുംബാദികൾ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരക രോഗങ്ങൾ, അപകട മരണങ്ങളെ തൊട്ടും നമ്മളെയും നമ്മളെ മക്കളെയും എല്ലാവരെയും അള്ളാഹുവേ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ, രോഗങ്ങൾ പിടിപെട്ട് കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട് റബ്ബേ, അവർക്കൊക്കെ നീ ശിവ നൽകണേ റബ്ബേ. അത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കുടുംബങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. ഞങ്ങളൊക്കെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങളെ മക്കളൊക്കെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഉപജീവന മാർഗത്തിന് വേണ്ടി ഞങ്ങൾ പല ജോലികളും ചെയ്തിട്ടുണ്ട്. ഹലാലായ മാർഗത്തിൽ ചെയ്യുന്ന എല്ലാ ജോലിയും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ കടങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നീ തീർത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിലും ജോലിയും ഒക്കെ ബർക്കത്ത് ചെയ്ത് നന്നാക്കണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കണേ റബ്ബേ, ഉപദ്രവിക്കുന്ന മക്കളാക്കരുതേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأهل الكفرة والظالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما.